ഹായ് മുത്തുമണികളെ, നിങ്ങൾക്ക് സുന്ദരി സുന്ദരന്മാരാവണം, സൗന്ദര്യം വേണമെങ്കിൽ എല്ലാവരും വായോ. എല്ലാവരും വന്ന് എൻ്റെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയേ. നിങ്ങൾക്ക് നല്ല സൂപ്പർ ഫേസ് കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ മുഖത്ത് ഒരു കലയോ കുരുക്കളോ പാടുകളോ ഒന്നുമില്ലാത്ത നല്ല അടിപൊളി സ്കിന്നാക്കി എടുക്കാൻ പറ്റും നിങ്ങളുടെ ഫേസിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ, അങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മൾ ഓപ്പൺ പോസ് ഇതൊക്കെ മാറ്റി കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറ്റി മുഖം നല്ല തിളക്കമുള്ളതാക്കി മാറ്റണോ? വായോ, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്ത് നോക്കിയേ. അതായത് നമ്മളിപ്പോൾ ടീനേജ് മുതൽ നമ്മുടെ ഫേസിൻ്റെ അല്ലെ നമ്മൾ മൊത്തം സ്കിന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പ്രായം മാറി നിൽക്കും. ഏജ് ഒരു സംഖ്യ മാത്രമാണ്. നമ്മുടെ മനസ്സാണ് എപ്പോഴും നമ്മുടെ മനസ്സെപ്പോഴും മധുര 17-ലാണ്. രശ്മി ചേച്ചി പറഞ്ഞ പോലെ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ രശ്മി ചേച്ചീനെ ഓർക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ മുത്തുമണികൾക്കും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മുത്തുമണികൾക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. എല്ലാവരും എൻ്റെ ലോങ് വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് പരിചയപ്പെടുത്തുന്നത് കുക്കുംബർ വെച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങളാണ്. നമുക്കറിയാം കുക്കുംബർ ഒത്തിരി ജലാംശം അടങ്ങിയിട്ടുണ്ട് അല്ലേ കുക്കുംബറിനെ പറ്റി നമുക്ക് കൂടുതലൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ കുക്കുംബർ കണ്ണിന് വെക്കാം എന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയും. പണ്ട് മുതലേ നമ്മൾ ബ്ലീച്ച് ചെയ്യുമ്പോഴും ഫേഷ്യൽ ചെയ്യുമ്പോഴും ഒക്കെ കണ്ണിന് 2 കുക്കുംബർ മുറിച്ച് വെക്കുന്നത് എല്ലാവർക്കും അറിയാം. കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരു ടിപ്സ് ഇതിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇത് 100% ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പിന്നെ ഒരാഴ്ച കൊണ്ട് മാറുമെന്ന് ഞാൻ പറയില്ല, ഒരാഴ്ച കൊണ്ട് കുറയും. പക്ഷേ നിങ്ങൾ കുറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മളെ കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് മാറുന്നത് വരെ. ഓക്കെ, ഒരാഴ്ച കൊണ്ട് നമുക്ക് നല്ല ചേഞ്ച് വരും. നമ്മൾ എന്ത് കാര്യമായാലും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ ഒരു ക്രീം വാങ്ങിക്കഴിഞ്ഞാൽ മുഖത്ത് കറുപ്പ് മാറാനോ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ മാറാനോ ഉള്ള ക്രീം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് പറ്റൂലേ? ഒരു ഡോക്ടർ കാണിച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടർ പറയുന്ന അത്രയും കാലം നിങ്ങളത് ശ്രദ്ധയോടെ ചെയ്യും. അന്നേരം നിങ്ങൾക്കത് ആ ഡോക്ടറിലുള്ള വിശ്വാസം കൊണ്ട്. അതേപോലെ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. നിങ്ങളെ വിശ്വസിച്ചിട്ട് ചെയ്യും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പോലെ തന്നെ എനിക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. നിങ്ങൾക്കറിയാലോ, എനിക്ക് പെൺകുട്ടികളാണ്. അപ്പം ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത് എൻ്റെ മക്കൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. അവർ നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ അത് സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ ചില സമയം യൂസ് ചെയ്താലും നമ്മളൊരിക്കലും നമ്മളെ മക്കൾക്ക് അത് ചെയ്യില്ല. നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളെ കുട്ടികൾക്ക് വരെ ഒരു സൈഡ് എഫക്റ്റുകളാണ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഓപ്പൺ പോഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു 35 വയസ്സിന് ശേഷം അതിങ്ങനെ ശരിക്ക് കാണാൻ തുടങ്ങും. നമ്മുടെ മുഖത്തിങ്ങനെ കുഞ്ഞിട്ട് നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഈ ഒരു സംഭവം കാരണം നമുക്ക് ഫീൽ ചെയ്യില്ല. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്തോ പോലെ തോന്നും. അപ്പം ആ ഒരു സംഭവമൊക്കെ മാറ്റി നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ ഈ ഒരു കുക്കുംബർ വെച്ചിട്ട് നമുക്ക് പറ്റും. കുക്കുംബറിൽ 96% അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സിയും കാഫിക് ആസിഡും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കരുവാളിപ്പ് മാറ്റി സ്കിന്ന് നല്ല തിളക്കമുള്ളതാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി നിങ്ങൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് നിങ്ങളുടെ ഫേസിന് കിട്ടും. പൂർണ്ണമായും വെളുത്ത് തുടുക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് നല്ല ചേഞ്ച് മുഖത്ത് വരും. മുഖത്തുണ്ടാകുന്ന കുഴികൾ, കറുത്ത പാടുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മാറി മുഖം നല്ല തിളക്കമുള്ള ഒരു ഫേസ് ആക്കി എടുക്കാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ പിന്തുടർന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറ്റും. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടോക്ക്. നമുക്ക് നേരെ വീഡിയോ. അതിനായിട്ട് നമുക്കൊരു കുക്കുംബർ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അത് തൊലിയോടുകൂടി തന്നെ മുറിച്ചെടുക്കണം. അതിൻ്റെ തൊലിയിലും ഒരുപാട് വിറ്റാമിൻസൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുക്കുംബറിൻ്റെ തൊലിയിലാണ് ഏറ്റവും കൂടുതൽ വിറ്റാമിൻസ് ഉള്ളത്. അതുകൊണ്ട് തൊലി കളയാതെ തന്നെ നമ്മൾ കഴിക്കാനും ശ്രമിക്കണം, നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കണം. അപ്പോൾ ഇത് നന്നായി ചെറുതായി കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല നൈസായിട്ട് അടിച്ചെടുക്കുക. ഇത് അരിക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം ഇത് നമ്മുടെ ഐസ് ട്രേയില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് ഐസ് ക്യൂബാക്കി മാറ്റി ഇത് ഡെയിലി നമ്മുടെ മുഖത്ത് നന്നായിട്ട് മസാജ് കൊടുക്കുക. ഈ ഒരു
എന്താ ഐസ് ക്യൂബ് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഓപ്പൺ പോഴ്സൊക്കെ മാറി, പിന്നെ നമ്മൾ വെയിലിനൊക്കെ പോയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ എന്താ ഇങ്ങനെ ടാനൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറും. പിന്നെ ഏജ് ആവുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഓരോ സ്ഥലത്ത് ഇങ്ങനെ എന്താ കറുപ്പ് ഇങ്ങനെ വരില്ലേ, അതൊക്കെ മാറാൻ ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്യുന്നതാണെങ്കിൽ പറ്റൂ കേട്ടോ. ഇത് സൂപ്പറാണ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ പറയണം എന്താണ് ഇത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി തോന്നുന്നത് എന്നുള്ളത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുക്കുംബർ ഇതേപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഒരു സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ ആ സ്പ്രേ ബോട്ടിലാക്കണം. ഇത് കുക്കുംബറിൽ ഒരു നാരങ്ങയുടെ നീര് ഫുള്ളായിട്ടും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കുക. ഒഴിച്ച് വെച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് ഇത് പിറ്റേ ദിവസം മുതൽ നമ്മൾ യൂസ് ചെയ്യുക. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 3-4 ദിവസത്തേക്ക് കേടാവാതെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന എന്താ ഒരു സ്കിന്നിനൊരു ഫ്രഷ്നെസ് കൊണ്ടുവരും, ഫേസിലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നമ്മുടെ ഒരുവിധം നമ്മുടെ മുഖത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു സ്പ്രേ ഡെയിലി നമ്മളൊരു ടോണറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ചേഞ്ച് ഉണ്ടാവും. കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാം, ഒരു സൈഡ് എഫക്റ്റും ഇല്ല ഇതിന്. എൻ്റെ ചെറിയ മോക്ക് വരെ ഞാൻ യൂസ് ചെയ്ത് കൊടുക്കലുണ്ട്. എന്താ പറയുക, നമ്മൾ വെയിലിനൊക്കെ പോയിട്ട് വന്നിട്ട് നല്ല ഇത് തണുത്ത് കഴിഞ്ഞ് നല്ലൊരു നമുക്ക് മുഖത്ത് സ്പ്രേ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ്. അത് ചെയ്ത് നോക്കിയാലേ അതിൻ്റെ ഇത് പറയാൻ പറ്റൂ. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തൈരിലേക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക. ഇത് ഡ്രൈ സ്കിന്നിന് വളരെ ഗുണമുള്ളൊരു കാര്യമാണ്. ഈ ഒരു തൈരും റോസ് വാട്ടറും ഈ ക്യുക്കുംബറിൻ്റെ നീരും കൂടി എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 20 മിനിറ്റോ അരമണിക്കൂറോ ഇത് നമ്മുടെ സ്കിന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് താനെ അബ്സോർബായി പോയിക്കോളും. എന്നാലും നിങ്ങൾക്ക് കഴുകി ഒരു 1 വീക്കൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം നമുക്ക് നമ്മുടെ സ്കിന്നിൽ ചേഞ്ച് വരുത്തുന്നുണ്ട് എന്നുള്ളത്. എന്താ പറഞ്ഞാൽ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ട് സ്കിന്നൊരു ഇങ്ങനെ വരണ്ട് പോകുന്ന ആ ഒരു സംഭവമെല്ലാം മാറി സ്കിൻ നല്ല മോയ്സ്ചറായിട്ട് നിൽക്കും. പിന്നെ അതിന് സ്കിൻ ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കോഫി പൗഡർ. ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ബ്രൂ കോഫി ഇല്ലേ, 5 രൂപേൻ്റെ പാക്കറ്റ്, അങ്ങനത്തെ കുറേ പാക്കറ്റ് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവച്ചിന്. അത് ഈ മോള് ഇടയ്ക്കിടയ്ക്ക് ഈ കോഫി പൗഡർ വെച്ചിട്ട് പല പാക്കും ഇടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതിൽ നമ്മുടെ കോഫി പൗഡറിലേക്ക് 2 സ്പൂണ് നമ്മുടെ ഈ ക്യുക്കുംബർ ജ്യൂസും ആഡ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ. നിങ്ങളിതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കല്യാണമെല്ലാം ഉണ്ടെങ്കിൽ ആ കല്യാണത്തിന് 2 ദിവസം മുന്നേ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. നല്ല ഗ്ലോ വരും കണ്ടോ. നല്ല അടിപൊളി ഗ്ലോ ആണ്. ഞാനിത് വെറുതെ പറയുന്നതൊന്നുമല്ല, നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മക്കളെ. എന്തൊരു ചേഞ്ചാണെന്നറിയോ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഈ കുക്കുംബർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കഴിക്കുന്നതും ജ്യൂസാക്കി കഴിക്കുന്നതും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക്നെസ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് പാലെടുത്തിട്ട് ആ പാലിലേക്ക് കോഫി പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ പാലെടുത്തത് കുറച്ച് കൂടിപ്പോയി. ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാനുള്ള ഇതിൽ പിന്നെ പിള്ളേരെ കിരികിരിയും കൊണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ പാൽ ഇത്ര വേണ്ട, കോഫി പൗഡറും പാലും ഒരേ അളവിലാണ് വേണ്ടത്. ഇപ്പോൾ 1 സ്പൂണ് കോഫി പൗഡർ ആണെങ്കിൽ 1 സ്പൂണ് പാൽ അത്രേ വേണ്ടൂ. കട്ടിയിൽ തന്നെ നിൽക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് കണ്ണിൽ നല്ല എഫക്റ്റീവായി നിൽക്കൂ. അപ്പോൾ ഇതിൽ നമ്മൾ കുക്കുംബർ റൗണ്ടിലരിഞ്ഞ കുക്കുംബർ നടുവിൽ മുറിച്ചിട്ട് ഇത് 2 പീസാക്കിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പീസാക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിൻ്റെ അടിയിലേക്കുള്ള കറുപ്പിന് വെക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ മോള് പറയും നല്ല സുഖമുണ്ട്, നല്ല തണുപ്പുണ്ട് എന്നൊക്കെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് വരുന്നവരൊക്കെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, ഞാനും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അത് നിങ്ങൾ കമൻ്റായിട്ട് ഇടുക, ലൈക്ക് ചെയ്യുക. മാക്സിമം എനിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, തിരിച്ചും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും.
പിന്നെന്താ, പിന്നെ മുന്നോട്ടും നിങ്ങളുണ്ടാവണം എൻ്റെ കൂടെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് തരിക, എൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ എന്നെയും കൂട്ടുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.